ഈ സഭ ഒരു സ്വതന്ത്ര സഭയാണ്. ചുമ്മാ അങ്ങ് പറഞ്ഞു പോട്ടെ, ഈ സഭ ഒരു സ്വതന്ത്ര സഭയാണ്. എന്തിൽ നിന്ന്, ഏതിൽ നിന്ന്, ആരിൽ നിന്ന്, എവിടെ നിന്ന്, എന്ത് സ്വതന്ത്രമാണ്? Churches are not independent. Churches cannot be independent. No church is independent. ഒരിക്കലും ഒരു സഭ സ്വതന്ത്രമാകില്ല. Churches are not independent but interdependent. You must relearn the basics of Christian theology. Church is the body of Christ. There is only one body. That's the basic. ഒരു ശരീരം, ഒരാത്മാവ്. പറയുമ്പോൾ മെത്രാങ്കക്ഷിക്കാരുടെ കുട്ടികളായിട്ടുള്ള അന്ധരായിട്ടുള്ള അനുയായികൾ ജയിലിലേക്കാണ്. ക്രിസ്ത്യൻ തിയോളജിയുടെ ഫണ്ടമെന്റൽസ് പഠിച്ചിട്ടുള്ള ഒരുത്തനും സ്റ്റീഫൻ സഹോദരൻ പറയുന്ന കാര്യത്തിന് ആമേൻ പറയില്ല. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ഈ സഭ അന്ന് മുതൽ എന്തിനാണ് ഇത് സ്ഥിരമായിട്ട് ഈ മാർത്തോമ ഒരു നുണ പലതവണ ആവർത്തിച്ചാൽ ഇത് സത്യമാണെന്ന് തോന്നും. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ സഭ, സഭ എന്ന് പറയുമ്പോൾ മെത്രാൻ എവിടെയുണ്ടോ അവിടെ സഭയുണ്ട്. ഇത് അന്ത്യോക്യയുടെ ഇഗ്നാത്യോസ് നൂറോന പറഞ്ഞാണ് ഇത് കത്തോലിക്ക സഭ ആപ്തവാക്യമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഡ്യൂ റെസ്പെക്റ്റും ഡ്യൂ റെഫറൻസും ഡ്യൂ അക്നോളജ് ചെയ്യുന്നുണ്ട് കത്തോലിക്ക സഭ. അന്ത്യോക്യയുടെ ഇഗ്നാത്യോസ് നൂറോന പറഞ്ഞാണ് എന്നത് സംഭവിക്കും. അപ്പൊ ഇഗ്നാത്യോസ് നൂറോന പറഞ്ഞ ഇത് മെത്രാൻ ഉണ്ടെങ്കിലാണ് സഭയുള്ളത്, അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂട്ടം അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ സഭ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മെത്രാസനം സ്ഥാപിക്കണം. ആ മെത്രാസനം സ്ഥാപിച്ചു എന്ന് സങ്കല്പിച്ചാൽ പോരാ, ആ മെത്രാൻ ആരായിരുന്നു എന്ന് പറയണം. അന്ത്യോക്യയിൽ 37 സഭ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എസോദിയോസ് മെത്രാനായിട്ട് വന്നു, ഇഗ്നാത്യോസ് നൂറോന മെത്രാനായിട്ട് വന്നു. അവിടെ മെത്രാന്മാരുണ്ട്, മെത്രാസനമുണ്ട്. ഇത് ചുമ്മാ കണ്ണടച്ചിട്ട് ആരെയും കളിപ്പിക്കുന്നു? ഇവിടെ വന്നിട്ട് സഭ സ്ഥാപിച്ചു, ഞാനും അത് സന്തോഷിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എവിടെയാണ് സ്ഥാപിച്ചത്? ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അത് പറയണ്ടേ? മനുഷ്യന്റെ വെട്ടത്ത് ഇറക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമായിട്ട് പറയണ്ടേ? നിങ്ങൾ ഈ നുണ പറഞ്ഞാൽ ശരിയാവോ? ഇത് പറയുമ്പോൾ എല്ലാം അവരുടെ മുഖത്ത് ഒരു പരിഭ്രമവും ഒരു ജാലിതയും ഒരുമിച്ച് സമ്മേളിക്കുന്നു. ഞാൻ ഈ നുണ പറയുന്ന മെത്രാൻ കക്ഷിക്കാരെ മുഴുവൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരേ സമയം പരിഭ്രമവും അതേസമയം ജാലിതയും അവരുടെ മുഖത്ത് നിഴലിച്ച് കാണാം. അതാണ് അതിന്റെ ഒരു തമാശ. അപ്പൊ ഒരു നുണ പലതവണ പറഞ്ഞാൽ അത് സത്യമായി പരിഗണിക്കപ്പെടും. നോക്കാം, മുഖത്ത് നിങ്ങൾക്ക് അത് രണ്ടും കാണാം, വായിച്ചെടുക്കാം. ഈ സഭ ഒരു സ്വതന്ത്ര സഭയാണ്. ഇതിന് കാലങ്ങളായി അതിന്റെ ജാതിക്ക് കർത്തവ്യൻ അതിന്റെ ആദ്യത്തെ തലക്കെട്ടായിരുന്നു. ഈ സഭ ഒരു സ്വതന്ത്ര സഭയാണ്. എന്തിൽ നിന്ന്, എന്തിൽ നിന്ന് അത് പറയണം. നമ്മൾ ചുമ്മാ അങ്ങ് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഈ സഭ ഒരു സ്വതന്ത്ര സഭയാണ്. ചോദ്യം ഒന്ന്, എന്തിൽ നിന്ന് സ്വതന്ത്രമാണ്? അടുത്തത് ഏതിൽ നിന്ന് സ്വതന്ത്രമാണ്? അല്ലെ അടുത്തത് ആരിൽ നിന്ന് സ്വതന്ത്രമാണ്? അല്ലെ എവിടെ നിന്ന് സ്വതന്ത്രമാണ്? 4 എണ്ണം. എന്തിൽ നിന്ന്, ഏതിൽ നിന്ന്, ആരിൽ നിന്ന്, എവിടെ നിന്ന്, എന്ത് സ്വതന്ത്രമാണ്? Churches are not independent. Churches cannot be independent. No church is independent. No church is independent. ഒരു സഭയും സ്വതന്ത്രമല്ല. ഒരു സഭയ്ക്കും സ്വതന്ത്രമാകാൻ പറ്റില്ല. No church can be independent. ക്രിസ്തീയ ദൈവശാസ്ത്രം അനുസരിച്ച് പറ്റില്ല. പറ്റില്ല എന്റെ പൊന്നു സഹോദര, പറ്റില്ല. സ്റ്റീഫൻ സഹോദരനാണ് പറയുന്നത്. സ്റ്റീഫൻ സഹോദര, നിങ്ങൾക്ക് തെറ്റി. ഒരിക്കലും ഒരു സഭ സ്വതന്ത്രമാകില്ല. ചർച്ചസ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ബട്ട് ഇന്റർഡിപെൻഡന്റ്. You must relearn the basics of Christian theology. Church is the body of Christ. There is only one body. That's the basic. ഒരു ശരീരം, ഒരാത്മാവ്. പറയുമ്പോ മെത്രാൻ കക്ഷിക്കാരുടെ വിഡ്ഢികളായിട്ടുള്ള അന്ധരായിട്ടുള്ള അനുയായികൾ ജയ് വിളിച്ചേക്കാം. ക്രിസ്ത്യൻ തിയോളജിയുടെ ഫണ്ടമെന്റൽസ് പഠിച്ചിട്ടുള്ള ഒരുത്തനും സ്റ്റീഫൻ സഹോദരൻ പറയുന്ന കാര്യത്തിന് ആമേ പറയില്ല. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്വി. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ 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 ഒരുവൻ. ഇതാണ് ബേസിക്. ഈ ബേസിക് പോയാൽ പോയി. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക, there is one body, one spirit, even you are called in one hope, one Lord, one faith, one baptism, one body. ഈ ശരീരത്തിൽ അവയവങ്ങൾ പലതുണ്ട്. കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, തലയുണ്ട്, ഇങ്ങനെ പല അവയവങ്ങളുണ്ട്. ആ അവയവങ്ങളിൽ ഒന്നുപോലും സ്വതന്ത്രമല്ല.
ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണ് തന്നെ അന്തരീക്ഷത്തിൽ കൂടെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ചെവി തന്നെ ചന്ത വഴി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കൈ തന്നെ ഇങ്ങനെ പോയി കടയിൽ പോയി സാധനം എടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ ചിത്രകഥക്കകത്ത് ഇരുമ്പ് കൈ മായാവി എന്ന് പറഞ്ഞൊരു കൈ പോകുമായിരുന്നു. അതല്ല, റിയൽ ലൈഫിൽ അങ്ങനെയില്ല. ഒരു ബോഡി യുണൈറ്റഡ് ടുഗദർ ആണ് അതിന്റെ അവയവങ്ങൾ. അതൊരിക്കലും സ്വതന്ത്രമായി സഞ്ചരിക്കില്ല. മലങ്കര സഭ സ്വതന്ത്രമാണെന്ന് ഇതാണ് കോമഡി എന്ന് പറയുന്നത്. നോ നോ. നിങ്ങൾ ഏത് രീതിയിലാണ് സ്വതന്ത്രമായിരിക്കുന്നത്? ആരാധനാ ഭാഷയിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ആരാധനാ പാരമ്പര്യത്തിൽ നിങ്ങൾക്ക് സ്വയം പര്യാപ്തതയുണ്ടോ? നിങ്ങൾ സ്വന്തമായിട്ടൊരു ട്രഡീഷൻ ഉണ്ടോ? അതുകൊണ്ട് ഇത്തരം വിഡ്ഢിത്തരം പറയരുത്. എന്ത് അബദ്ധമാണ് പറയുന്നത്? അടുത്ത ബാക്കി കേൾക്കാം, മണ്ടത്തരം തന്നെ കേൾക്കാം. ഈ സഭയുടെ നേതാവ്. അതിനുശേഷം അർക്കദിയാക്കോൻ എന്നത് രൂപപ്പെട്ടു. അതിനുശേഷം മാർത്തോമാ മെത്രാപ്പൊലിത്തമാർ എന്ന് രൂപപ്പെട്ടു. ഇപ്പോൾ മലങ്കര മെത്രാപ്പൊലിത്ത എന്ത് രൂപപ്പെട്ടെന്ന് ഈ പറയുന്നത്? അർക്കദിയാക്കോൻ രൂപപ്പെട്ടു, മാർത്തോമൻ മെത്രാപ്പൊലിത്ത രൂപപ്പെട്ടു. എന്ത് രൂപപ്പെട്ടു? ചുമ്മാ രൂപപ്പെട്ടു. ഒന്നും പറയാനില്ല, അതിനുവേണ്ടി പറയുന്ന കുറെ ഡിസ്കൗണ്ട് കൊടുക്കാം നമുക്ക്, അങ്ങനെ കേൾക്കാം. പൗരസ്ത്യ കാതോലിക്കായും എന്ന ആ തലക്കെട്ടിൽ ഈ പരിശുദ്ധ പിതാവ് ഈ സഭയെ നയിക്കുകയാണ്. എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, മറ്റുള്ള എല്ലാ സഭകളെയും പോലെ, മറ്റുള്ള എല്ലാ ഓർത്തഡോക്സ് സഭകളെയും പോലെ ഈ സഭ സ്വതന്ത്രമാണ്, ഒന്നിന്റെയും ആരുടെയും കീഴിലല്ല. അങ്ങനെ ആയാൽ ഈ സഭയ്ക്ക് ഓർത്തഡോക്സ് സഭയുടെ സ്വഭാവം നിലനിർത്താൻ കഴിയുകയില്ല. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ എടുത്ത് നോക്കിക്കോ, റഷ്യൻ ഓർത്തഡോക്സ് സഭ എടുത്ത് നോക്കിക്കോ, എത്യോപ്യൻ സഭ എടുത്ത് നോക്കിക്കോ, മറ്റെല്ലാ സഭകൾക്കും അതിന്റെ സ്വയശീർഷകത്വവും ഓട്ടോസിഫാലസും ഓട്ടോണമസ് നേച്ചറുമുണ്ട്. ഓട്ടോസിഫാലസ്. ഇത് സിഫിലസ് ആണോ? സിഫിലസ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ലൈംഗിക രോഗമാണ്. 1530 യൂറോപ്പിൽ സിഫിലസ് വർദ്ധിച്ചപ്പോഴാണ് കത്തോലിക്ക സഭ അവരുടെ വേശ്യാലയങ്ങൾ അടച്ചുപൂട്ടിയത്. ഇന്നലത്തെ ലൈവ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ സിഫിലസ് എന്ന് പറയുന്നത് STD ആണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ഈ പൗലോസ് മാർ ഗ്രിഗോറിയോസ് അന്ത്യോക്യൻ പാത്രീസിന്റെ കൃപാകടാക്ഷ കാരുണ്യത്താലും സഹായത്താലും എത്യോപ്യയിൽ പോയി. അങ്ങനെ എത്യോപ്യയിലെ രാജകൊട്ടാരത്തിലൊക്കെ താമസിച്ച് തിരിച്ചു വന്നിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ വന്നിട്ട് ഓതിക്കൊടുത്തു. ഓട്ടോസിഫാലസ് ആണ് സഭ. അന്ന് മനോരമയുടെ ചീഫ് എഡിറ്റർ അന്ന് KM മാത്യു ഈ വാക്ക് ആദ്യം, അന്ന് അവരെല്ലാം ആദ്യം കേൾക്കുക. അന്ന് KM മാത്യു സരസരൂപേണ ചോദിച്ചു, സിഫിലസ് എന്ന് കേട്ടിട്ടുണ്ട്, എന്താണ് ഈ ഓട്ടോസിഫിലസ്? സിഫിലസ് വല്ലവരൊക്കെ കൂടെ പോകുമ്പോൾ വരുന്നത് ഇത് തന്നെ വരുന്നതാണോ എന്ന് തമാശയായിട്ട് ചോദിച്ചായിട്ട് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇത്രയും 2017 കോടതി വിധിയെ എൻഡോഴ്സ് ചെയ്യുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഓട്ടോസിഫാലസ് ആണ് നിങ്ങളുടെ ഈ സാധനം എന്ന് സുപ്രീം കോടതി വിധിയിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ കൊണ്ടു നടക്കുന്ന കൈപ്പുസ്തകം, നിങ്ങൾ പ്രകീർത്തിക്കുന്ന 34 ഭരണഘടനയിൽ ഈ സഭ ഓട്ടോസിഫാലസ് എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ആണോ? പൂർവികമായി മലങ്കര സഭ അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ കീഴിലായതുകൊണ്ടും മലങ്കര സഭയിലെ ബഹുഭൂരിപക്ഷം പള്ളികളുടെ ആധാരങ്ങൾ പോലും അന്ത്യോക്യൻ സിംഹാസനത്തോട് കൂറു പുലർത്തുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടും ആവക പള്ളികളും സ്വത്തുക്കളും നിങ്ങളുടെ വരുതിയിലും സ്വന്തത്തിലും ആക്കാൻ വേണ്ടി ഇപ്പോഴും നിങ്ങൾ കോടതിയിലൊന്നും പുറത്ത് മറ്റൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോസിഫാലസ് ആണത്രേ. കൊള്ളാമല്ലോ. അപ്പൊ അങ്ങനെയാണ് അത് ഓട്ടോസിഫാലസ് സഭ, സ്വതന്ത്രമായ സഭ. അതിന്റെ ഭരണഘടനയിൽ മറ്റൊരു സഭയുടെ അധ്യക്ഷന്റെ പേരെന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? സ്വതന്ത്ര സഭയാണെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ എന്തിനാണ് മറ്റൊരു സഭയുടെ അധ്യക്ഷന്റെ പേര് നിങ്ങളുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഈ ഈസ്റ്ററിനെങ്കിലും നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രാപിക്കുക. നിങ്ങളുടെ ഭരണഘടനയിൽ തികച്ചും നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു സഭയുടെ അധ്യക്ഷന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ മറ്റൊരു സഭയുടെ അധ്യക്ഷന്റെ പേര് പറയുന്നു. എന്തിന്? മറ്റൊരു സഭയുടെ പ്രാർത്ഥന അതേപടി അടിച്ചു മാറ്റി പ്രാർത്ഥിക്കുന്നു എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ.